ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ജോബ് റോൾസ് ആണ്. അവരാണ് ആ ഹോസ്പിറ്റൽ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതുമെല്ലാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ആരൊക്കെയാണ് കാണുന്നത്? പേഷ്യൻസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ലാബ് അസിസ്റ്റൻസ്, അതേപോലെ നേഴ്സസ്, അതേപോലെ എക്സ്റേ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മളവിടെ കാണുന്നുണ്ട് അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ അവിടെ കാണുന്നതാണ് നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫ്രണ്ട് ഓഫീസ്, കസ്റ്റമർ കെയർ, OP, ബില്ലിങ്, PR, വാർഡ് കോർഡിനേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് മെഡിക്കൽ അല്ലാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ അവിടെ കാണുന്നുണ്ട് അല്ലേ? ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നത്. അപ്പം ഇന്നത്തെ ഒരു കറൻറ്റ് സിനാരിയോയിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പേഷ്യൻസിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഹോസ്പിറ്റൽസ് അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു ഘട്ടത്തിൽ നല്ല മാനേജീരിയൽ സ്കില്ലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് വളരെയധികം ജോലി സാധ്യതയും വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ വിവിധ തരം ഫംഗ്ഷനുകളിൽ ഇൻക്ലൂഡഡ് ആവേണ്ടതുണ്ട്. പ്ലാനിങ്, സൂപ്പർവൈസിങ്, ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് റോൾസ് നിങ്ങൾക്ക് അവിടെ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കണം, അതേപോലെ തന്നെ പേഷ്യൻറ്റ് കെയർ മാനേജ്മെൻറ്റ് പഠിക്കണം, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയും കണ്ടൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തന്നെയായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റളവിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ടാവും? മിനിമം 10 ഹോസ്പിറ്റൽസ് എങ്കിലും ഉണ്ടാവും അല്ലേ? ഈ 10 ഹോസ്പിറ്റൽസിലും എത്ര വേക്കൻസീസ് ഉണ്ടാവും? നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന സമയത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മാത്രമല്ല, ചെറിയ ഹോസ്പിറ്റൽ, ഒരു സാധാരണ ക്ലിനിക്ക് മുതൽ ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ആയിക്കോട്ടെ, സാധാരണ ഒരു നഴ്സിംഗ് ഹോം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പലതരം ഹോസ്പിറ്റൽസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ 100ഓളം വേക്കൻസീസ് വരുന്നൊരു ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അൺഫോർച്ചുനേറ്റ്ലി ദ നമ്പർ ഓഫ് പേഷ്യൻസ് ആർ ഇൻക്രീസിങ് അല്ലേ? നമ്മൾ ഓരോ ഡേ ബൈ ഡേ പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വർധനവിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലുകളും പലതരം ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മൾ വഴിയിലൂടെ പോകുന്ന സമയത്തൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ഹോസ്പിറ്റൽസ് ഇന്നൊവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോസ്പിറ്റൽസ് തമ്മിൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷനെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല പേഷ്യൻറ്റ് കെയറിനൊപ്പം തന്നെ അവിടെ നല്ല ഫെസിലിറ്റീസ് ഒരുക്കാനും നല്ലൊരു മാനേജ്മെൻറ്റിനെയും അവിടെ ആവശ്യമുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ കരുതുന്നുണ്ടോ രോഗികളുടെ എണ്ണം കുറയാൻ പോവുകയാണെന്നുള്ളത്? അല്ല, രോഗികളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. ആളുകൾ കൂടുതൽ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്തും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു മേഖല, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വളരെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം ജോലി സാധ്യതകളും കൂടിക്കൊണ്ടേയിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ എന്ത് ക്വാളിഫിക്കേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ മുതലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സുകൾ തുടങ്ങുന്നത്. വെദർ യു ആർ +2 ഓർ ഡിഗ്രി, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത് ഒരിക്കലും നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളൊരു സത്യം ഇത് പഠിക്കാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കണം. കാരണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കിൽ സെറ്റ്സ് എക്സ്ട്രാ ആവശ്യമുള്ള ആളുകളാണ്. മാനേജീരിയൽ സ്കില്ല് വേണം, അതേപോലെ ടെക്നിക്കൽ സ്കില്ല് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒരുപാട് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നതാണ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം, നല്ല സ്മാർട്ട് ആയിരിക്കണം, നല്ല വർക്കിംഗ് എത്തിക്സ് ഉള്ള, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡുകളിലേക്ക് ചൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നോ ഇഷ്യൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്തു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഏതൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ജോബ് കിട്ടി, ഇവർക്ക് ജോബ് കിട്ടി, ഒരുപാട് ആളുകൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇത് പഠിക്കട്ടെ എന്നൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ ഒരു കോഴ്സിനെയും അപ്രോച്ച് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്താവാനാണോ താല്പര്യം ആ ഫീൽഡിൽ നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ അവിടെ സക്സസ് ആവുന്നത്. സോ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്കൊരു ഫ്രീ കരിയർ കൺസൾട്ടേഷൻ എടുക്കാം. സോ ഞങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹാവ് എ നൈസ് കരിയർ.